നമസ്കാരം. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിക്കും MP കല്യാൺ ബാനർജിക്കും നേരെ തെരുവിലുണ്ടായ ജനകീയ പ്രതിഷേധങ്ങൾക്കും ആക്രമണങ്ങൾക്കും പിന്നാലെ സംസ്ഥാന പ്രതിപക്ഷ കക്ഷിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ഡയമണ്ട് ഹാർബർ MP ആയ അഭിഷേക് ബാനർജിയെ ആക്രമിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഭൂരിഭാഗവും തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ പ്രാദേശിക നേതാക്കളും മുൻ MLAയുടെ അടുത്ത അനുയായികളുമാണെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ദക്ഷിണ 24 പഗാനസ് ജില്ലയിലെ സോനാപൂരിൽ വെച്ചുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് 5 പേരെയാണ് രാത്രികാല റെയ്ഡിലൂടെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ 4 പേരും സോനാപൂരിലെ മുൻ TMC MLA ലവ്ലി മൈത്രയുമായി അതീവ വ്യക്തിബന്ധം പുലർത്തുന്നവരാണെന്ന് വ്യക്തമായതോടെ തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ വിഭാഗീയതയും ഉൾപ്പോരും പരസ്യമായിരിക്കുകയാണ്. അഭിഷേക് ബാനർജിയെ ജനക്കൂട്ടം വളഞ്ഞ് കല്ലും മുട്ടയും എറിഞ്ഞ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്ന തപൻ മൈത്തി, ആകാശ് ഗയാൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഗൂഢാലോചനയുടെ ചുരുളഴിയുന്നത്. ഇതിൽ തപൻ മൈത്തി മുൻ MLA ലവ്ലി മൈത്രയുടെ വിശ്വസ്തനാണ്. ഇവർക്ക് പുറമെ ലവ്ലിയുമായി അടുത്ത ബന്ധമുള്ള കാജൽ ദാസ്, ദേബാശിഷ് ദത്ത എന്നിവരെയും പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിടിയിലായ ആകാശ് ഗയാൻ സജീവ തൃണമൂൽ പ്രവർത്തകനാണെന്നും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പാർട്ടിയുടെ ബൂത്ത് ഏജന്റായി ഇരിക്കാറുള്ള ആളാണെന്നും ഇയാളുടെ മാതാവ് തന്നെ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിരുന്നു. ആക്രമണത്തിന് ശേഷം വീട്ടിലെത്തി ഫുട്ബോൾ കളിക്കാൻ പോയ ആകാശിനെ അർദ്ധരാത്രിയോടെയാണ് പോലീസ് പൊക്കിയത്. ഇവർക്കൊപ്പം അറസ്റ്റിലായ ജോയ് ഗുപ്ത എന്ന നിർമാല്യ സെൻഗുപ്ത തൃണമൂലിന്റെ പ്രാദേശിക നേതാവാണെങ്കിലും ഇയാളെ കേസിൽ വ്യാജമായി കുടുക്കിയതാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പാർട്ടിയിലെ രണ്ടാമനായ അഭിഷേക് ബാനർജിക്ക് നേരെ സ്വന്തം അണികളിൽ നിന്ന് തന്നെ വധശ്രമം ഉണ്ടായതിന്റെ ആഘാതത്തിലാണ് തൃണമൂൽ നേതൃത്വം. തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ആക്രമണങ്ങളിൽ ഇരയായ പാർട്ടി പ്രവർത്തകരെ സന്ദർശിക്കാൻ സോനാപൂരിൽ എത്തിയപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ കള്ളൻ എന്ന് മുദ്രാവാക്യം വിളിച്ച് അഭിഷേകിനെ ക്രൂരമായി മർദ്ദിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രിക്കറ്റ് ഹെൽമെറ്റ് ധരിപ്പിച്ചാണ് അദ്ദേഹത്തെ ജനക്കൂട്ടത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റ അഭിഷേക് ബാനർജിയെ കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയും മുതിർന്ന നേതാക്കളും ആശുപത്രിയിൽ എത്തിയിരുന്നു. ആക്രമണത്തിന് പിന്നിൽ BJP ഗുണ്ടകളാണെന്ന് മമതയും തൃണമൂൽ കോൺഗ്രസും ആരോപിച്ചെങ്കിലും അറസ്റ്റിലായവർ സ്വന്തം പാർട്ടിയിലെ അസംതൃപ്തരാണെന്ന് തെളിഞ്ഞത് നേതൃത്വത്തെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനെ കൂടുതൽ അമ്പരപ്പിച്ചുകൊണ്ട് പാർട്ടി MLAമാരുടെ പരസ്യമായ യോഗം ബഹിഷ്കരിക്കാൻ ചടങ്ങും അരങ്ങേറി. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കലിഘട്ടിലെ വസതിയിൽ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡർ ശോഭൻ ദേവ് ചട്ടോപാധ്യായ അടിയന്തരമായി വിളിച്ചു ചേർത്ത പുതിയ MLAമാരുടെ യോഗമാണ് പൂർണ്ണമായും പാളിയത്. പാർട്ടിയിലെ ആകെയുള്ള 80 MLAമാരിൽ വെറും 20 പേർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത്. 3-2 ഭാഗത്തിലധികം വരുന്ന അതായത് 60ഓളം MLAമാർ മമതയുടെ ഔദ്യോഗിക യോഗത്തിൽ നിന്നും വിട്ടുനിന്ന MLAമാരെ ബന്ധപ്പെടാൻ പാർട്ടി ആസ്ഥാനത്തു നിന്നും ശ്രമിച്ചെങ്കിലും ഭൂരിഭാഗം പേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നുവെന്നും തൃണമൂൽ വൃത്തങ്ങൾ തന്നെ സമ്മതിക്കുന്നു. ആവശ്യത്തിന് MLAമാർ എത്താത്തതിനെ തുടർന്ന് മമതാ ബാനർജിക്ക് അടിയന്തര യോഗം മാറ്റിവെക്കേണ്ടി വന്നു. അതേസമയം MLAമാർ യോഗം ബഹിഷ്കരിച്ചതല്ലെന്നും പെട്ടെന്നുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളിൽ താഴെത്തട്ടിൽ അണികളെ നിയന്ത്രിക്കാൻ നിൽക്കേണ്ടി വന്നതിനാലാണ് വരാൻ കഴിയാതിരുന്നെന്നുമാണ് TMC വക്താവ് അറിയിക്കുന്നത്. എന്തായാലും പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിലെത്തി തൃണമൂൽ കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്താണെങ്കിലും പൂർണ്ണമായും അർത്ഥത്തിൽ പാർട്ടി ശിഥിലീകരിക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത്.